ഹായ് ഗൈസ്, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഇന്ന് ക്യാമ്പിങ്ങിന് പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു തവണ പോയി, ഇവന് 3 മാസം ഉണ്ടായിരുന്നുള്ളൂ ആ ടൈമിൽ. ഇപ്പൊ ഇപ്രാവശ്യം നമ്മൾ വീണ്ടും ക്യാമ്പിങ്ങിന് പോവാണ്. ഇവിടെ നല്ല മഴയും. ഇവിടെ അടുത്താണ്, ഒരു 20 മിനിറ്റിന്റെ ദൂരമുള്ള ഒരു സൈറ്റിലാണ് നമ്മൾ പോയത്. ഇപ്രാവശ്യം പോകുന്നത് ഏകദേശം 1 മണിക്കൂറുണ്ട്. നമ്മൾ മാത്രമല്ല, നമ്മുടെ ഓഫീസിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന 2 പേരുണ്ട്. വിന്നിപ്പെഗിലുള്ളവരാണ്. അപ്പൊ അവരിവിടെ ട്രാവൽ ചെയ്ത് വരുന്ന നഴ്സുമാരാണ്. അപ്പൊ അവരുണ്ട്. പിന്നെ ഒരു ഫാമിലി ഇവിടെ ഉള്ളതാണ്. നമ്മൾ പോവാത്തതിന് റീസൺ എന്ന് പറയുന്നത് ഒരുപാട് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴാണെങ്കിൽ കൂടി ഭയങ്കര മൂടലാണ്. രാവിലെ വെയില്, വൈകിട്ടാകുമ്പോഴത്തേക്കും മഴ, അങ്ങനെയുള്ള ഒരു ക്ലൈമറ്റ് ആണ്. പക്ഷെ ഇനി വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തണുപ്പായി തുടങ്ങും. അതുകൊണ്ട് എന്താണെങ്കിലും നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവാണ്. ക്യാമ്പിങ്ങിന്റെ സാധനങ്ങളെല്ലാം എടുത്ത് കാണിക്കണമെന്ന് വിചാരിച്ചാണ് ആദ്യം വീഡിയോ എടുക്കുന്ന സമയത്ത്. പിന്നെ കുറച്ച് റഷായിപ്പോയി, എല്ലാം എടുത്ത് വെക്കണതിന്റെ തിരക്കും ഒക്കെ ആയിട്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു അവിടെ പോയിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്യണതെല്ലാം കാണിക്കും. എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ടെന്റും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യണം. ഇന്ന് 4 മണിക്കാണ് ചെക്ക് ഇൻ. 3 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ 1 മണിക്കൂർ ട്രാവൽ ഉണ്ട്. പക്ഷെ ഇപ്പൊ 2:50 ആയിട്ടുണ്ട്. കാരണം ഇവൻ കുറെ അഡ്ജസ്റ്റ് ചെയ്തു. ഒറ്റയ്ക്ക് നിൽക്കുമായിരുന്നു. പക്ഷെ ഇവന് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മള് 2 ദിവസത്തെ ക്യാമ്പിംഗ് ആണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു എല്ലാരും കുക്ക് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഫുഡ് നമുക്ക് രാത്രി നൈറ്റിലെ ഫുഡ് പോയി കുക്ക് ചെയ്യണ്ടല്ലോ, കാരണം ക്ഷീണിക്കുമ്പോൾ. അതാണ് എല്ലാ ടെന്റ് ഒക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇന്ന് പിന്നെ കുക്കിംഗ് ഒന്നും നടക്കത്തില്ല. അപ്പൊ ഇവള് ഫ്രൈഡ് റൈസും ചിക്കനും ഒക്കെ ഉണ്ടാക്കി. അപ്പൊ ഇന്ന് രാവിലെ എല്ലാം കൂടെ നടന്നില്ല. അപ്പൊ അങ്ങനെ ലേറ്റ് ആയി. ഇപ്പൊ എന്തായാലും 2:50 ആയി. അപ്പൊ ഇപ്പൊ ഇറങ്ങട്ടെ. ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് നമ്മളെ കൂടെ വരുന്ന ആ ഫാമിലിയുടെ വീട്ടിൽ പോയിട്ട് അവർക്ക് കുറച്ച് സാധനം നമ്മുടെ കാറിൽ വെക്കാനുണ്ട്. അപ്പൊ അതും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ക്യാമ്പ് സൈറ്റിൽ പോകുന്നു. അപ്പൊ ഇനി ക്യാമ്പ് സൈറ്റിൽ പോയിട്ട് കാണാം. ഇടയിൽ എന്തെങ്കിലും നല്ല കാഴ്ചകൾ ഉണ്ടെങ്കിൽ അതും കാണാം. അപ്പൊ ഞാൻ ഗോകുൽ, ഇത് നമ്മുടെ ഹാനിമൂൺ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മളിവിടെ എത്തി കേട്ടോ. നമ്മളെത്തിയിട്ട് കുറച്ചു നേരമായി. നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതാണ് നമ്മൾ പിന്നെ വീഡിയോ എടുക്കാത്തത് ആ സമയത്ത്. പിന്നെ നമ്മുടെ കൂടെ ഉള്ള മറ്റേ ഒരു ഫാമിലി വന്നിട്ടുണ്ട്. അവരെ കാണിച്ചു തരാം. അതുമല്ല, നമ്മളിപ്പോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ക്യാമ്പ് സൈറ്റിൽ നമ്മുടെ ഈ ബാക്കിൽ കാണുന്നതാണ് ഒരെണ്ണം. ആക്ച്വലി 2 ക്യാമ്പ് സൈറ്റാണ് ഇവിടെ ഉള്ളത്. മറ്റേ ക്യാമ്പ് സൈറ്റിൽ നമ്മൾ വിചാരിച്ചു കാറ് അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ട് എല്ലാ കാറും 3 ഫാമിലിയുടെ കാറും അവിടെ വെച്ചിട്ട് ടെന്റ് ഇവിടെ കിട്ടാം. അപ്പൊ ഇവിടെ വെച്ച് തന്നെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് ഇവിടെ തന്നെ നമുക്ക് എല്ലാം ഇരിക്കാനും ഒക്കെ ഉള്ള സെറ്റപ്പ് ചെയ്യാലോ. അപ്പൊ നമ്മള് അവര് ടെന്റ് സെറ്റ് ചെയ്തോണ്ടിരിക്കുക. നമുക്ക് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹാനും ഇവിടെ തീയിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഹാനും വന്നിറങ്ങി ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇതാണ് നമ്മളെല്ലാവരും സാധനം. അവര് ടെന്റ് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. ആക്ച്വലി നമ്മൾ കുറച്ച് സാധനം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇവരൊക്കെ പണ്ടത്തെ ക്യാമ്പേഴ്സ് ആണ്. ഇവരെല്ലാം വലിയ ക്യാമ്പേഴ്സ് ആണ്. ഇത് അവര് തന്നെ കൊണ്ടുവന്ന റെഡിയും കാര്യങ്ങളാണ് കേട്ടോ. നമ്മുടെ ടെന്റാണ് ഇരിക്കുന്നത്, കുഞ്ഞു ടെന്റ്. അത് രണ്ട് മക്കളുണ്ട്. അപ്പൊ അതിലെ ഇളയ ആൾക്കുള്ള സെപ്പറേറ്റ് ടെന്റും ഇവരുടെ വലിയ ടെന്റും. ഇത് അവരുടേത് 10% ടെന്റാണ്. നമ്മുടേത് 4 ആണ്. നമ്മുടേത് ചെറിയ ഒരു ടെന്റാണ്. തീ ഇടുമെന്നാണ് തോന്നുന്നത്. ഞാനിവിടെ വൻ പണിയിലാണ്. അത്യാവശ്യം നല്ല കൊതുകുണ്ട്. വലിയ കൊതുകുണ്ട്. നമ്മൾ മറ്റേ റെപ്പലന്റ് അടിച്ചിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും അമ്മു ഇനി നമ്മൾ ക്യാമ്പ് എന്തായിരുന്നു ടെന്റ് സെറ്റ് ചെയ്യുന്ന കാണിച്ചു തരും. We're just talking in our language. It's like, oh. These guys set up their tent. They don't know what they're doing. I didn't say the last one. സത്യം
പറഞ്ഞത് എവിടെ തുടങ്ങണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒരു idea. നമ്മള് കഴിഞ്ഞ വർഷം ഞാനിങ്ങനെ കഴിഞ്ഞ വർഷം ഒറ്റ തവണ മാത്രമാണ് നമ്മൾ ക്യാമ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ അതെല്ലാം മറന്നു. ആക്ച്വലി അവര് പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്തു കേട്ടോ. നമ്മളിവിടെ തപ്പിത്തടഞ്ഞു നിൽക്കുകയാണ്. അല്ലേ ചേച്ചി? അവര് പെട്ടെന്ന് സെറ്റ് ചെയ്തു. ഞാനത് എന്താണെന്നറിയോ, ഞാൻ മിണ്ടാതൊന്നും ചെയ്യുന്നത് നമുക്കൊന്നും അറിഞ്ഞൂടാന്ന് അവർക്ക് തോന്നരുത്. Ella, careful. Oh, you're gonna fill it. Yeah, you want to go inside? You want to go inside? Get in there, buddy. Check it out. Jump on Tyson's mattress. Yeah, he's like. Thank you for the other stick. I'll take it. You need a hand? Sure. I was wondering why you didn't ask it. Waiting for you to ask. ആക്ച്വലി ഇവരുള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. കാരണം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴേ പുള്ളിക്കാരി വന്ന് ചോദിച്ചു നമ്മളൊരു ഹെൽപ്പ് വേണമെന്ന്. അതെന്തായാലും നന്നായി. ഇല്ലെങ്കിൽ നമ്മൾ കുറേ കൂടി ടൈം എടുത്താൽ. ഇവർ കുറച്ച് ആളായിട്ട് ഇവർ പണ്ട് മുതലേ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യാനും പറ്റി. എന്തായാലും ടെന്റ് സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കുറച്ച് 4 പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ഹൈറ്റ് കുറവാണ്. അത് കാണിച്ചു തരാം, ഡിഫറൻസ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ടെന്റ്. അപ്പൊ ഇതിന് അത്യാവശ്യം 4 പേഴ്സൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഹൈറ്റ് കുറവാണ്. അപ്പൊ അവരുടെ ടെന്റ് I didn't know why there was like 3 extra pegs. ഇത് കണ്ടോ, അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് 10 പേഴ്സൺ ആയതുകൊണ്ട്. അപ്പൊ ഇനി നമ്മുടെ എയർ മാട്രസ് എന്ത് ചെയ്യണം, വീർപ്പിച്ചെടുക്കണം. അപ്പം അത് അത്യാവശ്യം നല്ലൊരു ടാസ്ക് ആണ്. അതിനുള്ള സാധനമായിട്ട് പോകണം. അപ്പൊ പാല് വെച്ചെല്ലാം കഴിഞ്ഞു, നമ്മൾ വീട്ടിലോട്ട് കയറും. നമ്മുടെ അമ്മു നമ്മുടെ ഹോം ടൂറാണ്. ഇതാണ് നമ്മുടെ ഹോം ടൂർ കേട്ടോ. ഇനി നമ്മുടെ ഹോം ടൂർ കണ്ടിട്ട് അവരുടെയും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ അതൊന്നുമില്ല. കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് കിങ് സൈസ് അല്ല, ക്യൂൻ സൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ കട്ടിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇത് ക്യൂൻ മാട്രസ് ആണ് കേട്ടോ. നമ്മുടെ അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം, നമുക്ക് പറ്റുവാണെങ്കിൽ ഇച്ചിരി വലിയ സംഭവം മേടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, കുറച്ചുകൂടെ വലുത് നോക്കാം. ശരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് സംസാരിച്ചപ്പോഴത്തേക്കും ഉച്ച എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇവരെല്ലാവരും 10% ടെൻ്റാണ് കൊണ്ടുവരുന്നത്, നമ്മൾ മാത്രമാണ് 4%. കാരണം നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം
ഒരു സെക്കൻഡ് പിടിച്ചേടി. പക്ഷെ ഇപ്പം ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് 10% കുറച്ചുകൂടി നല്ലതാണെന്ന്. കാരണം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണത്. നമുക്കൊന്ന് എണീറ്റ് നിൽക്കാൻ പറ്റും. നല്ലതായിട്ട് ഇപ്പം ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ പോലും നന്നായിട്ട് നിൽക്കാൻ പറ്റും. നല്ല വലുതുമാണ്, നല്ല സ്പേഷ്യസും ആണ്, നല്ല അടിപൊളിയായിട്ടുള്ള ടെന്റാണ്. പക്ഷെ നമ്മുടേത് ഇപ്പോൾ ഈവൻ ഡ്രസ്സ് മാറാനാണെങ്കിൽ പോലും നമുക്കിങ്ങനെ കുനിഞ്ഞിരുന്ന് മാറ്റേണ്ടി വരും. അപ്പൊ അതൊരു കഴിഞ്ഞ പ്രാവശ്യം നമ്മള് സ്ട്രഗിൾ ചെയ്തത് അതിലാണ്. അപ്പൊ നമ്മൾ ഫുള്ള് ടെന്റ് ഒക്കെ സെറ്റ് ചെയ്ത് എല്ലാം റെഡി ആക്കി വെച്ചേക്കാണ് കേട്ടോ. ഈ ബാക്കി കാണുന്നതല്ല നമ്മുടെ ടെന്റ്, അത് അവരുടെ ടെന്റാണ്. നമ്മുടെ ടെന്റ് ഇരിക്കുന്നു. മറ്റേ കുബേര സിനിമയില് എന്റെ ഏകദേശം ഈ ഒരു ലെവലേ വരുള്ളൂ നമ്മുടെ ടെന്റ് കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ കുനിഞ്ഞു നിന്ന് വേണം ഡ്രസ്സൊക്കെ മാറാൻ. ഇല്ലെങ്കിൽ ഇവിടെ വേറെ ഡ്രസ്സ് മാറാൻ സ്ഥലമുണ്ട്, അവിടെ പോകണം. അപ്പൊ നമ്മളിത് ഇവിടെയാണ് ഫയർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ തടിയെല്ലാം കൊണ്ടിട്ടിട്ടുണ്ട്. ഇത് ഈ തെർമോസെൽ എന്ന് പറയും കേട്ടോ. തെർമോസെൽ എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് മറ്റേ മൊസ്കിറ്റോസിനെ റിപ്പൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. നമ്മുടെ നാട്ടിലെ മറ്റേ ഗുഡ് നൈറ്റ് പോലത്തെ ഒരു സാധനമാണ്. നന്നായിട്ട് കുറഞ്ഞു കേട്ടോ കൊതുക്. പക്ഷേ സീനെന്ന് വെച്ചാലേ നമ്മുടെ ടെന്റിന്റെ അകത്തൊരു കുന്നിന് കൊതുകുണ്ട് കേട്ടോ. സ്പ്രേ അടിച്ചിട്ട് കാര്യമില്ലല്ലോ, ചത്തു പോത്തില്ല അത്, അടുത്ത് വരാതിരിക്കത്തേ ഉള്ളൂ. എന്തായാലും ഈ കുഞ്ഞു ടെന്റില് അവരുടെ ഇളയ മോള് കിടക്കുവാണ് കേട്ടോ. ഇതിൻ്റെ അകത്താണ് അവർ 3 പേരും കിടക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഫിലിപ്പീനോ ഫ്രണ്ട്സ് വരുന്നുണ്ട്. അവരെ ഫാമിലി വരുമ്പോഴത്തേക്ക് അവരുടെ ടെന്റും ഇതേപോലെ 10% ആണെന്നാണ് അവർ പറഞ്ഞത്. അവർക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി കിച്ചൺ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് വേണം. അതൊക്കെ ഇനി ഇവിടെ എനിക്ക് അവരൊരു വീട് മൊത്തത്തോടെ എടുത്തോണ്ട് വന്നേക്കാണ്. ഇവരും അതേപോലെയൊക്കെ തന്നെയാണ് ഏകദേശം. കാറിന്റെ അകത്ത് എന്തൊക്കെ സാധനം കൊണ്ടെന്നറിയോ, എന്തൊക്കെ ഉണ്ടായിരുന്നു. സത്യം നമ്മള് ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഭയങ്കര നാണക്കേടായിരുന്നു. നാണക്കേടല്ല, എന്നിട്ട് പോലും ഞങ്ങള് കുറച്ച് സാധനങ്ങൾ മേടിച്ച്. നമ്മളിപ്പം ഇവിടത്തെ ടോയ്ലറ്റ് തപ്പി പോവാണ്. ഒരു പ്ലേ ഏരിയ. ഓ അതാണ് ഒരു ബ്രൗൺ ബിൽഡിംഗ് എന്നാണ് ഏതോ അത്. അപ്പം എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ തന്നെ അവരുടെ ടെൻറ്റും വയ്ക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയിപ്പോൾ വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ അവർക്കൊരു ടെൻറ്റ് പോലത്തെ ഒരു കിച്ചൺ പോലത്തെ സെറ്റപ്പ് ഉണ്ട്. അവർക്ക് അതിൻ്റെ അകത്താണ് അവർ കുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ കിച്ചൻ്റെ സെറ്റപ്പ് നമുക്ക് അപ്പുറത്തോട്ടാക്കിയിട്ട് കുക്കിങ്ങും പരിപാടിയെല്ലാം അപ്പുറത്താക്കിയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇപ്പുറത്ത് സെറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സെറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇനി അവിടെ ചെന്ന് ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. അവിടെ അവർ ഫയർ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഫയർ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. അപ്പോൾ വീഡിയോ ഇത്രയും നേരം കണ്ടിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കുറേ ടയറിങ് ആയിട്ടുള്ള ഡേ ആയിരുന്നു കേട്ടോ. എല്ലാം സെറ്റ് ചെയ്തു, തീയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം നമ്മുടെ ഫാമിലി വരാനുണ്ടെന്ന് പറഞ്ഞില്ല, അവരവിടെയാണ്. അവർക്ക് ചെറുതായിട്ടൊരു 3 ടെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് അപ്പോൾ അങ്ങോട്ട് പോവാം. ഇതിന് മുന്നേ നമ്മൾ ബീച്ചിൽ പോയിരുന്നു. ഇവിടെ കുറച്ചിപ്പുറത്താണ്, നമ്മൾ ഇറങ്ങിയില്ല, രാത്രി ആയതുകൊണ്ട്. ഇവൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുക, പാവം ഉറക്കം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവനെ ഇറക്കിയില്ല, നമ്മൾ നാളെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മളെന്തായാലും അവർ ടെൻറ്റ് സെറ്റ് ചെയ്യുന്ന കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയാണ് കേട്ടോ, ഫുള്ള് വീട് പോലെ സെറ്റ് ചെയ്യണം ആണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കട്ടെ, തീയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. സാമിന് ചാനലുണ്ട് കേട്ടോ, സാം ഫ്രാൻസിസ്. 2 പേര്, അവരുടെ 2 പിള്ളേർ കാറിലിപ്പുണ്ട്. ഇവരെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇറക്കാമെന്ന് വിചാരിച്ചു. അവരെ ടെൻറ്റ് സെറ്റ് ചെയ്യുന്നു. ഇതിങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കിച്ചൺ പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കിച്ചൺ വരും. എന്നിട്ട് അവിടെ ഒരു ടെൻറ്റ്, പിന്നെ ഒരു ടെൻറ്റും കൂടെ ഉണ്ട്. ഇതാണ് ഇത്രയും സാധനം. ഇതാണ് അവന് സാമിൻ്റെ ചാനൽ ഞാൻ ലിങ്ക് ചെയ്തേക്കാം. അപ്പോൾ അതിൽ അവരുടെ അധികം സംസാരമൊന്നുമില്ല, എല്ലാം വീഡിയോ ടൈപ്പുള്ള ഇതാണ്. ബട്ട് ഇറ്റ്സ് അവരുടെ വീഡിയോസും എഡിറ്റിങ്ങും ഒക്കെ നല്ല രസമാണ് കാണാൻ. കുക്കിംഗ് ചാനലാണ്, ഫിലിപ്പീനോ ലാംഗ്വേജാണ്, ബട്ട് നല്ല രസമാണ് കാണാൻ.
ഇൻഫ്ലേറ്റബിൾ ടെൻ്റാണ് കേട്ടോ. പക്ഷേ എയർ പമ്പ് ചെയ്ത് ആണ് കുറേ ഇങ്ങനെ ആക്കിയത്. കൊള്ളാം. Just gonna have a peek in here. Oh, nice. പൊളി, അടിപൊളി, നല്ല രസമുണ്ട്. അവിടെ വിൻഡോ ഉണ്ട്, കുറേ ഇടത്ത് വിൻഡോസ് ഉണ്ട് കേട്ടോ താഴെയൊക്കെ. Did you see the inside? It's pretty big. He's like, all sleep is gone and it's playtime. See, that's why I was telling you, Arya. He needs a friend to play with. Another one. ഹാനുവും ഇവരെ കണ്ടപ്പോൾ, പിള്ളേരെ കണ്ടപ്പോഴത്തേക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം ഫുള്ള് സെറ്റ് ചെയ്ത് കേട്ടോ. ഇതാണ് ഇവരുടെ സ്പെയർ ടെൻ്റ് എന്ന് പറയുന്നത്. പാടുകൊണ്ടാരം വലിയൊരു ടെൻ്റാണ് കേട്ടോ. ഇതാണ് അവരുടെ സ്പെയർ എന്ന് പറയുന്നത്. ഇതാണ് അവരുടെ ടെൻ്റ്. കിച്ചണും കാര്യങ്ങളൊക്കെ അത് ഇവിടെയാണ്. ഇതാണ് അവരുടെ മൂത്ത കൊച്ച്. ഹാനുവിനെ അവരെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര ഹാപ്പിയായി. ഇതാണ് ഇവിടുത്തെ. ഇതിൻ്റെ ഫാമിലി ഇന്ന് രാത്രി അവർക്ക് 11 മണി വരെ ഷിഫ്റ്റ് ഉണ്ട്. 11 മണി കഴിഞ്ഞിട്ട് അവരിങ്ങനെ വരും. ഒരു 12-12:30 ആകുമ്പോൾ എത്തുമായിരിക്കും. എത്തിയിട്ട് അവരെയും കൂടെ കണ്ടിട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ ഇപ്പോൾ എന്തായാലും കഴിക്കാൻ വേണ്ടിയിട്ട് പോകാം.